നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കളത്തിൽ ചൂടേറി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇടത് വലത് NDA മുന്നണികൾ. ഇനി തിരക്കിട്ട പ്രചാരണ പരിപാടികൾ. SDPIയുടെ പിന്തുണ. കോൺഗ്രസിന്റെ വർഗീയ മുഖം പുറത്തു വന്നിരിക്കുന്നുവെന്ന് EP ജയരാജൻ. മുസ്ലിം ജനവിഭാഗം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ലെന്നും EP. പെട്രോൾ പമ്പ് തൊഴിലാളികൾ സമരത്തിലേക്ക്. സമരം ബോണസ് ചർച്ചയിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചത് അനിശ്ചിതകാല സമരം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ LDF, UDF, NDA സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ രാവിലെ 11 മണിയോടെയാണ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പത്രിക നൽകിയത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 12 മണിക്കും കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഉച്ചക്കുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വരണാധികാരി കൂടിയായ കളക്ടർ അരുൺ K വിജയന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. UDF നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. രഘുനാഥ് NDA നേതാക്കൾക്കൊപ്പമാണ് എത്തിയത്. 3 സെറ്റ് പത്രികയാണ് ജയരാജൻ നൽകിയത്. രാവിലെ കാൾടെക്സിലെ ഗാന്ധി പ്രതിമയിലും AKG പ്രതിമയിലും പുഷ്പാഞ്ജലി അർപ്പിച്ചതിനു ശേഷമാണ് LDF നേതാക്കൾക്കൊപ്പം കലക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി TV രാജേഷും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും MV ജയരാജനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം വികസനത്തിന് അവധിയായിരുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പാർലമെൻറ്റിൽ കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആള് ഏതാണ്ട് അവധി പറയും പോലെയായിരുന്നു. ഈ 2 പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഞാൻ വിജയിച്ചാൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് വേണ്ടി യത്നിക്കും. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചിട്ടുള്ളത്. NDA നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക നൽകിയത്. ഇത്തവണ ഈ 2 മുന്നണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിനപ്പുറം ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്ന ആളുകൾ, ഒരു നേതാവിന് വേണ്ടി കുടപിടിക്കുന്ന ആളുകൾ, ഈ ആളുകൾ കേരളത്തിൽ വന്ന് ഇതുപോലെയുള്ള നിയോജക മണ്ഡലത്തിൽ എതിരാളികളായി മത്സരിക്കുന്നതിൻ്റെ തനിനിറം ഈ നാട്ടിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മാറ്റത്തിനായുള്ളൊരു വോട്ട് കണ്ണൂരിൽ ഉണ്ടാകും. UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഉച്ചയ്ക്ക് 2:30 പത്രിക നൽകിയത്. 4 സെറ്റ് പത്രികയാണ് K സുധാകരൻ സമർപ്പിച്ചത്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് ഏർപ്പെടുത്തിയ ഹരിത കിറ്റ് സ്ഥാനാർത്ഥികൾക്ക് കലക്ടർ കൈമാറി. ആകെ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പത്രിക നൽകിയിട്ടുണ്ട്. SDPI പിന്തുണ പ്രഖ്യാപിച്ച സംഭവം പ്രതികരിച്ച് UDF സ്ഥാനാർത്ഥി K സുധാകരൻ. ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും വോട്ട് വാങ്ങും. പിന്തുണ പ്രഖ്യാപിച്ച് അറിയിച്ചത് SDPI തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നും K സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, ഞങ്ങളത് സ്വീകരിച്ചു നിങ്ങളൊക്കെ പറഞ്ഞോ? നിങ്ങളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചു ചോദിച്ചിട്ടല്ലല്ലോ. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോ? നിങ്ങൾ ആരോടും ചോദിച്ചിട്ടേ. ഞങ്ങൾ ഇലക്ഷന് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും. ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ഞങ്ങൾ തമ്മിൽ സഖ്യം നടത്തിയിട്ടില്ല, ചർച്ച പോലും നടത്തിയിട്ടില്ല. പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ആർക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അംഗീകാരമെന്നല്ല, അവർക്ക് അപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കമില്ല. അവർ വോട്ട് ചെയ്യും. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ ചോദിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ തീരുമാനങ്ങൾ വോട്ടർമാരെടുക്കുമ്പോൾ ആ വോട്ടർമാരുടെ തീരുമാനത്തോടൊപ്പം പാർട്ടി നിൽക്കും. സ്വാഭാവികം. എന്തിനാ ഞങ്ങൾ പറയുന്നത്? പിന്തുണ വേണ്ട ഏതെങ്കിലും സ്ഥാനാർത്ഥി പറയുമോ? ഞാൻ പറയുമോ? കൊന്നൂട്ടാ പറയില്ല. എൻ്റെ രാഷ്ട്രീയ എതിരാളികളാ CPM-കാർ. CPM-കാർ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല. എനിക്ക് വോട്ട് ചെയ്യണം, വോട്ട് കിട്ടണം. SDPI പോലുള്ള പാർട്ടി ഈ രാജ്യത്തല്ലേ നിൽക്കുന്നത്, ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. അവർക്കെന്താണ്? അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുമായിട്ട് അവർ പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാടിൽ ഞങ്ങൾ പോകും. അവർ പിന്തുണ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലിയറായിട്ട്. ഹരിത ഇലക്ഷൻ സന്ദേശവുമായി KSRTCയും ശുചിത്വ മിഷൻ ഇതാദ്യമായാണ് KSRTCയുടെ ബസ് ബ്രാൻഡിംഗ് ആയി ഉപയോഗിക്കുന്നത്.
ഈ സൗകര്യം കണ്ണൂർ ജില്ലയിൽ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് ഇന്നലെ മുതൽ തുടക്കമായി. ഹരിത ഇലക്ഷന്റെ പ്രചരണത്തിനായി ശുചിത്വ മിഷൻ ഇതാദ്യമായാണ് KSRTCയുടെ ബസ് ബ്രാൻഡിംഗ് സൗകര്യം ഉപയോഗിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ബസിന്റെ 3 വശത്തുമായി ആകെ 104 സ്ക്വയർ ഫീറ്റ് പരസ്യം നൽകുന്നതാണ് KSRTC ബസ് ബ്രാൻഡിംഗ് പദ്ധതി. ഹരിത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഹരിതപാഠം ക്യാമ്പയിനിന്റെ പരസ്യമാണ് അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, എടക്കാട് എന്നീ 4 അസംബ്ലി നിയോജക മണ്ഡലത്തിലൂടെ സർവീസ് നടത്തുന്ന അഴീക്കോട് തലശ്ശേരി ഓർഡിനറി ബസ്സിൽ പതിപ്പിച്ചിരിക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇഫ്താർ സംഗമവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ KV പ്രവീൺ കുമാർ മാസ്റ്റർക്ക് യാത്രയപ്പും സ്കൂൾ വാർഷികാഘോഷവും നടന്നു. ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ വിഭജിക ആംഫി തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റും കഥാകൃത്തുമായ TP വേണുഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടിയെ കൊണ്ട് തിരിച്ചുപോയി 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ശ്രീരാമകൃഷ്ണ പരമഹംസയെ കാണാൻ വേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹം ഈ കുട്ടിയോട് പറഞ്ഞു, മധുരം കഴിക്കരുത്, മധുരം അപകടമാണ്, മധുരം കഴിച്ചാൽ പല രോഗങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ ഉപദേശങ്ങൾ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസ കുഞ്ഞിന് നൽകുകയുണ്ടായി. അപ്പോൾ അമ്മക്ക് വളരെ സന്തോഷമായി, കുട്ടി അത് ഉൾക്കൊണ്ടു. പക്ഷേ നമുക്കൊരു സംശയമുണ്ടായി, എന്തുകൊണ്ടാണ് ഈ ഒരു ഉപദേശം 2 ആഴ്ച മുമ്പ് കൊടുക്കാതിരുന്നത്? എന്തിനാണ് എന്നെ വീണ്ടും നടത്തിച്ചത്? അന്ന് തന്നെ ഈ ഉപദേശം കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രയാസവുമില്ല. ആകെ 5-10 മിനിറ്റ് വേണ്ടി വരുന്ന സമയമാണ്. ആ സമയം ഈ ഉപദേശം കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്രയും ദൂരം നടന്നിട്ട് ഈ ഗുരുവിനെ കാണാൻ 2ാമതും വന്നത്? അത് ഒഴിവാക്കാമായിരുന്നില്ലേ? അത് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് എന്നെ 2ാമത് നടത്തിച്ചത്? ആദ്യം തന്നെ ഉപദേശം കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ മറുപടി, അത് അന്ന് ഉപദേശം കൊടുക്കാത്തതിന് കാരണം അന്ന് എനിക്ക് മധുരം കഴിക്കുന്ന ഒരു ദുശ്ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ മധുരം കഴിക്കുന്ന ദുശ്ശീലമുള്ള ഞാൻ എങ്ങനെയാണ് മധുരം കഴിക്കുന്ന ആളുകളെ ഉപദേശിക്കുക? 2 ആഴ്ച കൊണ്ട് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റി, അതിനുശേഷമാണ് ഞാൻ ഈ കുഞ്ഞിനെ ഉപദേശിച്ചത്. വൈകുന്നേരം നടന്ന ഇഫ്താർ സംഗമത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കുചേർന്നു. തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് MV നികേഷ് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ KV പ്രവീൺ കുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV അജിത, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV ബിജു, ചെമ്പിലോട് പഞ്ചായത്ത് വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രതീശൻ, സ്കൂൾ പ്രിൻസിപ്പൽ T പ്രസീത, സ്റ്റാഫ് സെക്രട്ടറി K റുക്സാന എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് കളത്തിൽ ചൂടേറി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇടത് വലത് NDA മുന്നണികൾ. ഇനി തിരക്കിട്ട പ്രചാരണ പരിപാടികൾ. SDPIയുടെ പിന്തുണ. കോൺഗ്രസിന്റെ വർഗീയ മുഖം പുറത്തു വന്നിരിക്കുന്നുവെന്ന് EP ജയരാജൻ. മുസ്ലിം ജനവിഭാഗം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ലെന്നും EP. പെട്രോൾ പമ്പ് തൊഴിലാളികൾ സമരത്തിലേക്ക്. സമരം ബോണസ് ചർച്ചയിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചത് അനിശ്ചിതകാല സമരം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. M സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ശ്രീകണ്ഠാപുരം ചോലപ്പനം ഭാഗത്തു നിന്നും ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിലുള്ള വാഷ് കണ്ടെത്തി. വ്യാജവാറ്റ് നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് 145 ലിറ്റർ വാഷ് കണ്ടെടുത്തത്. ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PC വാസുദേവനും സംഘവും നടത്തിയ റെയ്ഡിലാണ് വാഷ് പിടിച്ചെടുത്തത്. ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PC വാസുദേവനും സംഘവും നടത്തിയ സ്പെഷ്യൽ റെയ്ഡിലാണ് വാഷ് കണ്ടെടുത്തത്. വ്യാജവാറ്റ് നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ വഞ്ചിയം ചോലപ്പനം ഭാഗത്ത് പൊതുസ്ഥലത്ത് ഉടമസ്ഥനില്ലാത്ത നിലയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന 145 ലിറ്റർ വാഷാണ് കണ്ടെടുത്തത്. അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ ഹാരിസ് MP, പ്രദീപൻ MV, സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ ജോസ്, എക്സൈസ് ഡ്രൈവർ പുരുഷോത്തമൻ KV എന്നിവരും ഉണ്ടായിരുന്നു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ രൂപമായ SDPIയുടെ പിന്തുണ നേടിയതിലൂടെ കോൺഗ്രസിന്റെ വർഗീയ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് EP ജയരാജൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിരോധിത സംഘടനയ്ക്ക് പിന്നാലെ പോയത് അപകടകരമായ രാഷ്ട്രീയമാണ്. ന്യൂനപക്ഷങ്ങളിൽ നിന്നും UDFനെതിരെ ഉയർന്നുവന്ന വികാരത്തെ തണുപ്പിക്കാനാണ് തീവ്രവാദ സംഘടനയെ കൂട്ടുപിടിച്ചത്. മുസ്ലിം ജനവിഭാഗം ആകെ തീവ്രവാദ പക്ഷത്താണ് എന്ന് ചിത്രീകരിക്കാനേ ഇത്തരം നീക്കം ഉപകരിക്കൂ എന്നും EP പറഞ്ഞു. മുസ്ലിം ജനവിഭാഗം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ല. ഒരു വശത്ത് SDPIയുമായും മറുവശത്ത് RSSുമായും കൈകോർക്കുന്ന അവിശുദ്ധ രാഷ്ട്രീയമാണ് കാണുന്നത് എന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. നിരോധിച്ച സംഘടന പിന്നീട് പ്രവർത്തിച്ചത് SDPI ആയിട്ടാണ്. ആ SDPI ആയി പ്രവർത്തിച്ച അവരാണ് തൊടുപുഴയിലെ കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടിയത്. ഇങ്ങനെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന SDPI കേരളത്തിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ പിന്തുണ കൊടുക്കേണ്ടവർക്ക് തന്നെയാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഒരു ഭീകര പ്രസ്ഥാനമായി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കാൻ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന SDPI, ആ SDPI UDFന് പിന്തുണ കൊടുത്തത് അവരുടെ കുറേ ദിവസങ്ങളും ആഴ്ചകളുമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കളും അവരുടെ പിന്നാലെയാണ്. പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ പിന്നാലെയാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. ചൈൽഡ് പ്രൊട്ടക്റ്റീവ് കണ്ണൂർ ജില്ലാ സമ്മേളനവും ചിത്രരചനാ മത്സരവും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സഹദേവൻ പിലാത്തറ അധ്യക്ഷത വഹിച്ചു. ഷൈദ പ്രവീൺ, CPT സംസ്ഥാന അധ്യക്ഷൻ CK നാസർ, സെക്രട്ടറി ബേബി K ഫിലിപ്പോസ്, ചെയർപേഴ്സൺ സുജ മാത്യു, രാജീവ് AP എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസർ, സ്വാമി അമൃതാനന്ദപുരി, സുനിൽ ഹെഡ്മാസ്റ്റർ, സന്തോഷ് ചുണ്ട, അഡ്വക്കേറ്റ് ഹംസക്കുട്ടി, CWC മെമ്പർ ഇബ്രാഹിം വളപട്ടണം എന്നിവർ സംസാരിച്ചു. സഹദേവൻ പിലാത്തറ പ്രസിഡന്റായും ഷൈദ പ്രവീൺ സെക്രട്ടറിയായും ട്രഷറർ ഇബ്രാഹിം, കോർഡിനേറ്റർ ബിന്ദു, രേഷ്മ കക്കാട് വൈസ് പ്രസിഡന്റ്, സെമീറ ജോയിന്റ് സെക്രട്ടറി എന്നീ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പെട്രോൾ പമ്പ് തൊഴിലാളികൾ ഏപ്രിൽ 6 മുതൽ പണിമുടക്കും. ഡെപ്യൂട്ടി ലേബർ ഓഫീസർ മുമ്പാകെ നടന്ന ബോണസ് ചർച്ചയിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ശനിയാഴ്ച രാവിലെ 6 മുതൽ അനിശ്ചിതകാല പണിമുടക്കം നടത്താൻ CITU, INTUC, BMS യൂണിയനുകളിലെ ജില്ലയിലെ പെട്രോൾ പമ്പ് തൊഴിലാളികളുടെ സംയുക്ത യോഗമാണ് തീരുമാനിച്ചത്. ഡെപ്യൂട്ടി ലേബർ ഓഫീസർ മുമ്പാകെ നടന്ന ബോണസ് ചർച്ചയിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. 20% ബോണസും 5% എക്സ്ഗ്രേഷ്യയും അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് യൂണിയൻ കത്ത് നൽകിയിരുന്നു. AT നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. A പ്രേമരാജൻ, K അശോകൻ, P ചന്ദ്രൻ, M വേണുഗോപാൽ, M രാജീവൻ, KP രാമചന്ദ്രൻ, P റിജുൽദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഴീക്കോട് 3 നിരത്ത് ശ്രീ പച്ചത്തറവാട് വയനാട്ടുകൊലവൻ ക്ഷേത്ര പ്രതിഷ്ഠാദിന കളിയാട്ടം സമാപിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. തെയ്യങ്ങളുടെ കൂടിക്കാഴ്ചയോടുകൂടിയാണ് കാവിൽ നിന്നും ഇറങ്ങിയത്. കാട്ടുമാടം ഈശാനൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചൊവ്വാഴ്ചയായിരുന്നു കാവിൽ കയറൽ. തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ തോറ്റവും ഉണ്ടായിരുന്നു. സ്വർണ്ണവെള്ളി നിരക്കുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് കളത്തിൽ ചൂടേറി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇടത് വലത് NDA മുന്നണികൾ. ഇനി തിരക്കിട്ട പ്രചാരണ പരിപാടികൾ. SDPIയുടെ പിന്തുണ. കോൺഗ്രസിന്റെ വർഗീയ മുഖം പുറത്തു വന്നിരിക്കുന്നുവെന്ന് EP ജയരാജൻ. മുസ്ലിം ജനവിഭാഗം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ലെന്നും EP. പെട്രോൾ പമ്പ് തൊഴിലാളികൾ സമരത്തിലേക്ക്. സമരം ബോണസ് ചർച്ചയിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചത് അനിശ്ചിതകാല സമരം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.